എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 3 ശ്ലോകം 35, 36, 37 3 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. രാജാവിന്റെ ചോദ്യത്തിന് ബ്രഹ്മതത്വം പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ ഉപ്പലായനൻ എന്ന യോഗീശ്വരൻ അതിന് മറുപടി പറയണം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. പിപ്പലായന ഉവാച. ശ്ലോകം 35. സ്ഥിത്യുൽഭവ പ്രളയഹേതുരഹേതുരസ്യ യത് സ്വപ്നജാഗര സുഷുപ്തിഷു സദ്ബഹിശ്ച ദേഹേന്ദ്രിയാസു ഹൃദയാനി ചരന്തിയേന സഞ്ജീവിതാനി തദവേഹി പരം നരേന്ദ്ര. പിപ്പലായനൻ എന്ന യോഗേശ്വരൻ പറയുന്നു, ലോകത്തിന്റെ ഉൽപ്പത്തി സ്ഥിതി സംഹാരങ്ങൾക്ക് കാരണമായും സ്വയം കാരണരഹിതമായും ഇരിക്കുന്ന ശ്രീനാരായണൻ തന്നെ ആണ് പരമതത്വം. ജാഗ്രത അവസ്ഥയിലും സ്വപ്നാവസ്ഥയിലും സുഷുപ്തി അവസ്ഥയിലും അവ്യഭിചാരിയായിട്ട് യാതൊരു ബോധം വിളങ്ങുന്നുവോ, സമാധിയിൽ പരമയോഗികൾക്ക് യാതൊരു ആനന്ദം അനുഭവപ്പെടുന്നുവോ, അതുതന്നെ പരമതത്വം. ദേഹങ്ങള്, ഇന്ദ്രിയങ്ങള്, പ്രാണങ്ങള്, അന്ധകരണങ്ങള് ഇവ യാതൊന്നിന്റെ സന്നിധാന വിശേഷം ഹേതുവായിട്ട് അവരവർക്ക് ഉചിതമായ കാര്യങ്ങൾ നടത്തുന്നുവോ, ആ പരമാത്മാവ് തന്നെ പരമതത്വം. സൃഷ്ട്യാദികൾക്ക് ഹേതുവായിരിക്കുന്നതിനാൽ ഈശ്വരൻ, അവസ്ഥാത്രയത്തിലും വിളങ്ങുന്നതിനാൽ അദ്വൈജ്ഞാനം, ദേഹാദികളുടെ പ്രേരകനായിരിക്കുന്നതിനാൽ പരമാത്മാവ് എന്നിങ്ങനെ അനേകം പേരുകള് ഓരോ സംഗതി നിമിത്തം പറയുന്നുണ്ട്. ഇതൊക്കെ തത്വത്തെ പറയുന്നതല്ലാതെ രണ്ടാമതൊരു വസ്തുവിനെ കുറിച്ച് പറയുന്നില്ല എന്ന് അല്ലയോ രാജാവേ അങ്ങ് ധരിച്ചാലും. ബ്രഹ്മസ്വരൂപത്തെ കാര്യദ്വാര വർണ്ണിക്കുന്നതല്ലാതെ സ്വതേ വിവരിക്കാൻ പ്രയാസാണ്. ലോകത്തിന്റെ ഉൽപ്പത്യാദി സ്ഥാനം തന്നെ ബ്രഹ്മം. യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ യേന ജാതാനി ജീവന്തി. യാതൊന്നിൽ നിന്ന് ഈ കാണപ്പെടുന്ന ഭൂതങ്ങൾ ജനിച്ചുവോ, യാതൊന്നിനെ അവലംബിച്ചിട്ട് ഉണ്ടായവയെല്ലാം ജീവിക്കുന്നുവോ, അതുതന്നെ ബ്രഹ്മം. ഈ ബ്രഹ്മത്തെ അറിയാൻ സൂക്ഷ്മ ബുദ്ധി വേണം. നരേന്ദ്രനാകയാൽ അത് അങ്ങേക്കുണ്ട്. സ്ഥൂലം, സൂക്ഷ്മം, കാരണം ഈ 3 ശരീരത്തോടു കൂടി ചേരുന്ന സുഖദുഃഖാദികൾ അനുഭവിക്കുന്ന അവസ്ഥയ്ക്ക് ജാഗ്രത് എന്നു പേര്. സ്ഥൂലത്തെ ഉപേക്ഷിച്ച് സൂക്ഷ്മ കാരണങ്ങളോട് ചേർന്ന് സൂക്ഷ്മ പ്രപഞ്ചത്തെ അനുഭവിക്കുമ്പോൾ സ്വപ്നാവസ്ഥ. സൂക്ഷ്മത്തെയും വിട്ട് കേവലാജ്ഞാന സ്വരൂപമായിരിക്കുന്ന കാരണ ശരീരത്തെ അവലംബിച്ച്, കേവല അജ്ഞാന സ്വരൂപമായിരിക്കുന്ന കാരണ ശരീരത്തെ അവലംബിച്ച് ഒന്നും അറിഞ്ഞില്ല എന്ന അജ്ഞാനാവസ്ഥയും സുഖമായി ഉറങ്ങി എന്ന ആനന്ദാവസ്ഥയും അനുഭവിക്കുന്നത് സുഷുപ്തിയിലുള്ള സ്ഥിതി. ഈ 3 അവസ്ഥകളിൽ അറിവ് രൂപമായി വിളങ്ങുന്നത് ഒന്ന് തന്നെ. അതുതന്നെ പരമതത്വം, അതുതന്നെ പരബ്രഹ്മം, അതുതന്നെ ഭഗവാൻ, അതുതന്നെ ശ്രീനാരായണൻ. ഭൂതങ്ങള് ബ്രഹ്മത്തിൽ നിന്നുണ്ടാകുന്നതിനാൽ ലോകത്തിന്റെ ഉൽപ്പത്തിക്കും ഭൂതങ്ങളുടെ ലയം ബ്രഹ്മത്തിലാകയാൽ ലോകനാശത്തിനും കാരണമായിരിക്കുന്നു എന്ന് ഊഹിക്കാം. സ്ഥിതിക്ക് എങ്ങനെ കാരണമായിരിക്കുന്നത് എന്ന് പ്രത്യേകം അറിയേണ്ടതാണ്. ദേഹാദികള് ജഡങ്ങള്, പ്രവർത്തിക്കാൻ സാമർഥ്യമില്ലാത്തവ, ചൈതന്യ സമ്പർക്കത്താൽ ചൈതന്യവത്തുക്കളായിട്ട് കാണുക, കേൾക്കുക എന്നീ വ്യാപാരങ്ങൾ നടത്തുന്നു. അതുകൊണ്ട് ജഡമായ ദേഹാദികളെ അന്തര്യാമി രൂപേണ പ്രവർത്തിപ്പിക്കുന്ന ആ പരമതത്വത്തെ ജഗത്തിന്റെ സ്ഥിതിക്ക് ഹേതുവായ ബ്രഹ്മം എന്ന് അങ്ങ് ധരിക്കണം. നൈതന്മനോ വിശതി ബാഹുത ചക്ഷുരാത്മാ പ്രാണേന്ദ്രിയാണി ച യഥാനലമർച്ചിഷസ്വ ശബ്ദോപി ബോധക നിഷേധതയാത്മമൂലം അർത്ഥോക്തമാഹയധൃതേ ന നിഷേധസിദ്ധി. ബ്രഹ്മത്തെ മുകളിൽ വിവരിച്ച വിധം അറിഞ്ഞാലും എന്ന് മുൻ ശ്ലോകത്തിൽ പറഞ്ഞു. അപ്പോ ബ്രഹ്മം അറിവിന് വിഷയമായി. അറിയപ്പെടുന്ന വസ്തുവിന് വികാരമുണ്ട്. അപ്പോ ബ്രഹ്മം
വികാരിയാകുന്നു എന്നും ഇന്ന വിധമിരിക്കുന്നു ബ്രഹ്മം എന്ന് ശരിയായി പറയാതെ കാര്യത്തെ വിവരിച്ചുകൊണ്ട് കാരണത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാക്കി തീർക്കുന്നത് എന്തിനാണ് എന്നൊരു ശങ്ക വരും അല്ലെ ഈ ശ്ലോകം. അപ്പോ ആ ശങ്ക പരിഹരിക്കുകയാണ്. ബ്രഹ്മം എന്ന പരമതത്വത്തെ മനസ്സിന് പ്രവേശിക്കാൻ കഴിയുകയില്ല. മനസ്സിന് വിഷയമല്ലാത്തതിനാൽ വാക്കിനും വിഷയമല്ല. കണ്ണുകൊണ്ട് കാണാനും കഴിയില്ല. അതുകൊണ്ട് എന്താ? കണ്ണുകൊണ്ട് കാണാനും കഴിയില്ല, ബുദ്ധി കൊണ്ട് ഊഹിക്കാനും കഴിയില്ല. മനസ്സിന് വിഷയമല്ലാത്തതിനാൽ വാക്കിനും വിഷയമല്ല, കണ്ണുകൊണ്ട് കാണാനും കഴിയില്ല, ബുദ്ധി കൊണ്ട് ഊഹിക്കാനും കഴിയില്ല. ക്രിയാശക്തിക്കും ബ്രഹ്മത്തെ പ്രവേശിക്കാൻ സാമർഥ്യമില്ല. യാതൊരു ഇന്ദ്രിയങ്ങൾക്കും വിഷയമല്ല. സാധാരണ രൂപാധി വിഷയങ്ങളെ കണ്ണ് മുതലായ ഇന്ദ്രിയങ്ങള് ബ്രഹ്മതേജസ്സിന്റെ സമ്പർക്കം കൊണ്ടാണ് ഗ്രഹിക്കുന്നത്. അഗ്നിയുടെ അംശങ്ങളായ തീപ്പൊരികള് മറ്റു പദാർത്ഥങ്ങളെ പ്രകാശിപ്പിക്കും. എങ്കിലും അഗ്നിയെ പ്രകാശിപ്പിക്കുകയോ ദഹിപ്പിക്കുകയോ ചെയ്യില്ല. പ്രാണസ്യ പ്രാണമുദ ചക്ഷുരുത ശ്രോത്രസ്യ ശ്രോത്രം അന്നസ്യാന്നം മനസ്സോ മനോവിദു. അതായത് പ്രാണന് ബലം കൊടുക്കുന്നത് ബ്രഹ്മമാകയാൽ ബ്രഹ്മം പ്രാണനും പ്രാണൻ. കണ്ണിന് കാണാനുള്ള തേജസ് ബ്രഹ്മാംശത്തിൽ നിന്ന് സിദ്ധിക്കുന്നതിനാൽ ബ്രഹ്മം കണ്ണിനും കണ്ണ്. ഇങ്ങനെ ശ്രോത്രത്തിന്റെയും ശ്രോത്രം, അന്നത്തിന്റെയും അന്നം, മനസ്സിന്റെയും മനസ്സ് എന്ന് ബ്രഹ്മത്തെ തത്വജ്ഞാനികൾ അറിയുന്നു. അതിനാൽ മനസ്സ് മുതലായ യാതൊരു ഇന്ദ്രിയത്തിനും വിഷയമല്ലാത്ത ബ്രഹ്മത്തെ കാര്യദ്വാര വിവരിക്കാനല്ലാതെ നിവൃത്തിയില്ല. ഒന്നിനാലും അറിയപ്പെടാൻ കഴിയാത്ത ബ്രഹ്മം സാമാന്യ ജ്ഞാനത്തിന് വിഷയവുമല്ല. അതുകൊണ്ട് വികാരിയാണെന്ന് ശങ്കിക്കുകയും വേണ്ട. എന്നാൽ ഉപനിഷദം പുരുഷം പൃച്ഛാമി. ഉപനിഷത്താൽ വിവരിക്കപ്പെടുന്ന പുരുഷൻ ആര് എന്ന് ഞാൻ ചോദിക്കുന്നു എന്ന് കാണുന്നതിനാൽ വാക്കിന് വിഷയമാണ് എന്ന് വരുന്നു എന്നും അതും ശങ്കിക്കേണ്ട. വേദരൂപമായിരിക്കുന്ന ശബ്ദവും ബ്രഹ്മത്തെ താല്പര്യരൂപേണ പറയുന്നതല്ലാതെ സാക്ഷാത്തായിട്ട് പറയുന്നില്ല, പറയാൻ കഴിയില്ല. താല്പര്യരൂപേണ ബോധിപ്പിക്കുന്നത് എങ്ങനെയെന്നാൽ നശ്വരങ്ങളായ വസ്തുക്കളെ സത്യമായ വസ്തുവിൽ നിന്ന് വേർതിരിച്ച് കാണിക്കുന്നു. നശിക്കാത്ത ഒരു വസ്തുവിനെ അതിർത്തിയായി നിശ്ചയിച്ചിട്ടല്ലാതെ നശിക്കുന്ന വസ്തുക്കളെ വേർതിരിച്ച് കാണിക്കാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് ചൈതന്യരഹിതമായ ജഡവസ്തുക്കളെ ബ്രഹ്മമല്ലെന്ന് പറഞ്ഞ് നിഷേധിക്കുന്നു. യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാസഹ. യാതൊന്നിനെ പ്രാപിക്കാതെ മനസ്സും വാക്കും മടങ്ങുന്നു. യത് വാച അനഭ്യുദിതം ഏന വാഗ് അഭ്യുദ്യതേ. യാതൊരു ബ്രഹ്മത്തെ വാക്കുകൊണ്ട് പറയാൻ കഴിയില്ലയോ? യാതൊന്നിന്റെ ശക്തിയാൽ വാക്ക് ഉച്ചരിക്കപ്പെടുന്നുവോ? യന്മനോ നമനുദേ. യാതൊന്നിനെ മനസ്സ് മനനം ചെയ്യുന്നില്ല. അഥാത ആദേശോ നേതി. ഇനി എങ്ങനെ ഇതിനെ വ്യവഹരിക്കാം എന്ന് ചോദിക്കുന്ന പക്ഷം അതല്ലാത്ത വസ്തുക്കളെ നിഷേധിച്ചുകൊണ്ട് അത് ഇന്നതെന്ന് നിശ്ചയിക്കാൻ പോകുന്നു. അസ്ഥൂലമൻ അണ്വഹ്രസ്വം. സ്ഥൂലമല്ല, അണുവല്ല, ഹ്രസ്വമല്ല. ഇതൊക്കെ പദാർത്ഥങ്ങൾക്കുള്ള ധർമ്മങ്ങളാണ്. ആ പദാർത്ഥങ്ങളും അവയുടെ ധർമ്മങ്ങളും ബ്രഹ്മമല്ല. ഇങ്ങനെ നിഷേധിച്ചുകൊണ്ട് ശ്രുതി ബ്രഹ്മസ്വരൂപമായ ജ്ഞാനത്തെ നമുക്ക് ഉപദേശിക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ ശ്രുതി ബ്രഹ്മത്തെ പറയുന്നില്ല എന്ന് പറയുന്നതല്ലേ നല്ലത്? അർത്ഥത്താൽ പറയണു എന്ന് പിന്നെ എന്തിനായിട്ടാ പറയണത് എന്ന് ശങ്കിക്കരുത്. യാതൊരു ബ്രഹ്മത്തെ കൂടാതെ നിഷേധത്തിന്റെ സിദ്ധി തന്നെയില്ല എന്ന് മുമ്പ് പറഞ്ഞുവല്ലോ. നിഷേധം അവധിയോടുകൂടിയതാണെന്നുള്ളത് നിയമമാണ്. അതുകൊണ്ട് വാക്കുകൊണ്ട് വിവരിക്കാൻ കഴിയാത്ത ഒരു പരമതത്വം ഉണ്ട് എന്ന താല്പര്യത്താൽ ശ്രുതിമാതാവ് നമ്മളോട് ഉപദേശിക്കുന്നു. അതുകൊണ്ട് സിദ്ധിക്കുന്ന സാരം എന്തെന്നാൽ ബ്രഹ്മം സ്വാനുഭൂതി കൊണ്ട് അറിയുന്നതല്ലാതെ മറ്റൊന്നുകൊണ്ടും അറിയത്തക്കതല്ല. അതിനാൽ നിർവികാരിയാകുന്നു എന്ന് തന്നെ. സത്വം രജസ്തമൈതി ത്രിവൃദേകമാദൗ സൂത്രം മഹാനഹമിതി പ്രവദന്തി ജീവം ജ്ഞാനക്രിയാർത്ഥ ഫലരൂപതയോരു ശക്തി ബ്രഹ്മൈവ ഭാതി സദസച്ച തയോ പരം യത്. ബ്രഹ്മം എന്ന സത്യമായൊരു തത്വം ഉണ്ടെന്ന് ഉറപ്പിച്ചു പറയണം. സൃഷ്ടിയാദികൾക്ക് ബ്രഹ്മം കാരണമാണ്. അതുകൊണ്ട് ബ്രഹ്മമുണ്ട് എന്ന് മനസ്സിലാക്കണം. പ്രകൃതി
മഹത്തത്വം മുതലായവ തന്നെ സൃഷ്ടിയാദി കാരണം, ബ്രഹ്മമല്ല എന്ന് ശങ്കിക്കരുത്. സ്ഥൂലമായി കാണപ്പെടുന്നത് കാര്യം, സൂക്ഷ്മമായത് കാരണം, ഇതൊക്കെ ബ്രഹ്മം തന്നെ. എന്തുകൊണ്ടെന്നാൽ കാര്യം കാരണത്തിൽ നിന്ന് ഭിന്നമായി വരില്ല. ആഭരണാദികളൊക്കെ ഉപാദേയങ്ങള്, അവ ഉണ്ടാക്കാൻ ഉപയോഗിച്ച സ്വർണം ഉപാദാനം, കുണ്ടലം കാര്യം, സ്വർണം കാരണം. അപ്പൊ കാര്യകാരണങ്ങളായി പറയപ്പെടുന്ന ഇവ രണ്ടും വാസ്തവത്തിൽ ഒന്ന് തന്നെ, സ്വർണം തന്നെയാണല്ലോ. നാമരൂപങ്ങൾ കൊണ്ട് മാത്രം തൽക്കാല ഭേദമുള്ളതുപോലെ തോന്നുന്നു എന്നല്ലാതെ വാസ്തവത്തില് ഭേദമില്ല. ഇതുപോലെ സ്ഥൂല സൂക്ഷ്മ സ്വരൂപേണ കാണപ്പെടുന്ന ഈ ജഗത്തിന് ബ്രഹ്മം കാരണമാകുന്നു. ആദ്യത്തില് ഒന്ന് മാത്രമേ ഉള്ളൂ, ആദിയിൽ ഒന്ന് മാത്രമേ ഉള്ളൂ. അതിൽ നിന്നും പ്രധാനമുണ്ടായി. സത്വം, രജസ്, തമസ എന്ന 3 ഗുണങ്ങളുടെ ഒരൊറ്റ സ്വരൂപത്തിന്, ഏകരൂപത്തിന്, അതായത് സാമ്യാവസ്ഥയ്ക്ക് പ്രധാനം എന്നു പേർ. അതിൽ നിന്ന് സൂത്രം ഉണ്ടായി. ക്രിയാശക്തി തന്നെയാണ് സൂത്രം. അതിൽ നിന്ന് മഹത്തത്വം ഉണ്ടായി. ജ്ഞാനശക്തിയെ മഹത്തത്വം എന്ന് പറയുന്നു. അതിൽ നിന്ന് അഹങ്കാരമുണ്ടായി. ഈ അഹങ്കാരം ജീവന്റെ ഉപാധിയാകുന്നു. ഈ അഹങ്കാരത്തോട് ഉപഹിതമായിരിക്കുന്ന ചൈതന്യം തന്നെയാണ് ജീവൻ. ഗുണങ്ങളുടെ വൈഷമ്യ നിമിത്തം അഹങ്കാരവും 3 വിധമായി. സത്വഗുണ സംബന്ധ നിമിത്തം സാത്വികാഹങ്കാരവും, അതിൽ നിന്ന് ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകളും മനസ്സും ഉണ്ടായി. രാജസാഹങ്കാരത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങള്, താമസാഹങ്കാരത്തിൽ നിന്ന് പൃഥ്വി ആദി പഞ്ചമഹാഭൂതങ്ങളും ഇവയുടെ സമ്മേളന നിമിത്തം ഉണ്ടാകുന്ന വികാരഭേദങ്ങളായ സുഖദുഃഖങ്ങളും ഉണ്ടായി. ഇങ്ങനെ അറിവ്, പ്രവൃത്തി, പദാർത്ഥം, സുഖം, ദുഃഖം എന്നീ ഭേദങ്ങളോടുകൂടി ഈ ഭേദങ്ങൾക്കെല്ലാം ആധാരമായിട്ട് ബ്രഹ്മം തന്നെ പ്രകാശിക്കുന്നു. ഇങ്ങനെ ഒന്നായിരിക്കുന്ന ബ്രഹ്മം പല വിധത്തിൽ വിളങ്ങുന്നത് അതിനുള്ള ആ മഹാശക്തിയുടെ സ്വഭാവമാണ്. ഇങ്ങനെ സർവത്തിന്റെയും സ്വരൂപമായി വിളങ്ങുന്ന ബ്രഹ്മത്തിന്റെ സിദ്ധിക്ക് പ്രമാണം ആവശ്യമില്ല. ഞാൻ ഇരിക്കുന്നുണ്ട് എന്നതിന് ഞാൻ തന്നെ പ്രമാണമായിരിക്കുന്നതല്ലാതെ എന്റെ ഇരിപ്പിനെ എനിക്കറിയാൻ അന്യപ്രമാണങ്ങളൊന്നും ആവശ്യമില്ലല്ലോ. അതുപോലെ പ്രമാണങ്ങൾക്ക് ബ്രഹ്മത്തെ പ്രകാശിപ്പിക്കാൻ ശക്തിയില്ലെന്ന് വരുന്ന പക്ഷം ബ്രഹ്മവും ഇല്ലെന്ന് വരുന്നതല്ല. പ്രമാണങ്ങളെ കൊണ്ട് അറിയപ്പെടുന്ന വസ്തു പ്രമേയമാണ്, ബ്രഹ്മം പ്രമേയമല്ല. അപ്രമേയമായ ബ്രഹ്മത്തിന്റെ സദ്ഭാവത്തിന് പ്രമാണം ആവശ്യമില്ല എന്ന് സാരം. എല്ലാമായി വിളങ്ങുന്നത് തന്നെ ബ്രഹ്മം. സർവം ഖല്ലിതം ബ്രഹ്മ, ഇതെന്നുള്ള വ്യവഹാരത്തിന് വിഷയമായി കാണപ്പെടുന്ന ചരാചരാത്മക പ്രപഞ്ചം ബ്രഹ്മത്തിന്റെ വിവർത്ത സ്വരൂപമാകുന്നു. സൂക്ഷ്മ വിചാരം ചെയ്യുമ്പോൾ ബ്രഹ്മം മാത്രമല്ലാതെ അന്യമായിട്ട് യാതൊന്നും ഇല്ല. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.